യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നടപ്പിലാക്കിയ ഉയർന്ന താരിഫ് നിരക്കുകൾ ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് അപകട സാധ്യത സൃഷ്ടിക്കുമെന്ന് അന്താരാഷ്ട്ര നാണയനിധിയുടെ മുന്നറിയിപ്പുണ്ടായി. വ്യാപാര യുദ്ധം കൂടുതൽ രൂക്ഷമാകാതെ തടയേണ്ടത് അമേരിക്കയുടെയും സഖ്യകക്ഷികളുടെയും ആവശ്യമാണെന്നും IMF മാനേജ് ഡയറക്ടർ ക്രിസ്റ്റലീന ജോർജിയേവ പറഞ്ഞു. താരിഫ് നടപടികളുടെ പ്രത്യാഘാതങ്ങൾ വിലയിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. ലോക സമ്പദ് വ്യവസ്ഥയെ കൂടുതൽ ദോഷകരമായി ബാധിക്കുന്ന നടപടികൾ ഒഴിവാക്കേണ്ടത് പ്രധാനമാണ്. വ്യാപാര സംഘർഷങ്ങൾ പരിഹരിക്കുന്നതിനും അനിശ്ചിതത്വം കുറയുന്നതിനും ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ അമേരിക്കയോടും വ്യാപാര പങ്കാളികളോടും അഭ്യർത്ഥിക്കുന്നതായും ക്രിസ്റ്റലീന കൂട്ടിച്ചേർത്തു. ട്രംപിന്റെ നടപടിക്ക് ചൈന പ്രതികാര താരിഫുകൾ പ്രഖ്യാപിച്ചതോടെ ഓഹരി വിപണികളിൽ ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. ലണ്ടനിൽ FTSE 100 സൂചിക 313 പോയിന്റ് അഥവാ 3.7% ഇടിഞ്ഞു. 2 വർഷത്തിനിടയിൽ രേഖപ്പെടുത്തുന്ന ഏറ്റവും വലിയ ഇടിവാണിത്. വൈറ്റ് ഹൌസ് പ്രഖ്യാപിച്ച താരിഫുകളുടെ ആഴവും വ്യാപ്തിയും ഉൾക്കൊള്ളാൻ വിപണികൾ തയ്യാറായിട്ടില്ലെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ലോകം സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നീങ്ങുകയാണെന്ന ആശങ്കയും ഒരു വിഭാഗം ഉയർത്തുന്നുണ്ട്. ഈ വർഷത്തെ ആഗോള മാന്ദ്യ സാധ്യത 60% വർദ്ധിച്ചുവെന്നും ബ്ലൂംബെർഗ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഗോൾഡ്മാൻ സാച്സ് 20% നിന്ന് 35% മാന്ദ്യ സാധ്യത വർദ്ധിപ്പിച്ചു. തൊഴിലില്ലായ്മ 4.5% എത്തുമെന്നും പ്രതീക്ഷിക്കുന്നുണ്ട്. ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനത്തെ തുടർന്ന് 2020 ശേഷമുള്ള ഏറ്റവും വലിയ ഇടിവാണ് S&P നേരിട്ടത്. നടപ്പു വർഷത്തെ ഇന്ത്യയുടെ GDP വളർച്ചയിൽ 30 ബേസിസ് പോയിന്റ് ഇടിവാണ് ഗോൾഡ്മാൻ സാച്ച് പ്രവചിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും പ്രതികാര നടപടികളൊന്നും പ്രതീക്ഷിക്കുന്നില്ലെന്നും നിലവിലുള്ള വ്യാപാര കരാർ ചർച്ചകൾക്കിടയിൽ ചിലർ താരിഫുകൾ കാലക്രമേണ കുറയ്ക്കാൻ സാധ്യതയുണ്ടെന്നും സാച്ച്മാൻ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. വ്യാപാര യുദ്ധം, ശക്തമായ ആഭ്യന്തര ഡിമാൻഡ് വീണ്ടെടുക്കലിന്റെ അഭാവം, സാമ്പത്തിക വിപണിയിലെ ചാഞ്ചാട്ടം, പണപ്പെരുപ്പം, ആഗോള സമ്പദ് വ്യവസ്ഥയിലെ കൂടുതൽ ഗുരുതരമായ മാന്ദ്യം എന്നിവ കാരണം 2026 സാമ്പത്തിക വർഷത്തെ വളർച്ചാ പ്രവചനങ്ങളിൽ ഗണ്യമായ കുറവ് രേഖപ്പെടുത്തിയേക്കാമെന്നും HDFC ബാങ്ക് റിസർച്ച് മുന്നറിയിപ്പ് നൽകി. ആഗോള വളർച്ചാ മാന്ദ്യം ഇന്ത്യയുടെ മൊത്തം കയറ്റുമതി അളവിൽ കുറവുണ്ടാക്കുമെന്നും HDFC ചൂണ്ടിക്കാട്ടുന്നുണ്ട്. താരിഫുകൾ ഏർപ്പെടുത്തിയതോടെ ഇന്ത്യയുടെ ആഭരണ കയറ്റുമതിയിൽ ഇടിവ് രേഖപ്പെടുത്തി. മാത്രമല്ല, ട്രംപ് പരസ്പര താരിഫുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം ലോകത്തിലെ 500 ധനികരുടെ സമ്പത്തിൽ ഒരു ദശകത്തിനിടയിലെ ഏറ്റവും വലിയ ഇടിവുണ്ടായതായി റിപ്പോർട്ടുകൾ. മൊത്തം സമ്പത്തിൽ $208 ബില്യൺ ഇടിവാണ് രേഖപ്പെടുത്തിയത്. ഏറ്റവും കൂടുതൽ നഷ്ടം നേരിട്ടവരിൽ മെറ്റ CEO മാർക്ക് സക്കർബർഗും ഉൾപ്പെടുന്നുണ്ട്. അദ്ദേഹത്തിന്റെ ആസ്തിയിൽ $17.9 ബില്യൺ ഇടിവുണ്ടായി. അതായത് സമ്പത്തിൽ 9% കുറവ്. ബ്ലൂംബെർഗ് ബില്യണേഴ്സ് സൂചികയുടെ 13 വർഷത്തെ ചരിത്രത്തിലെ 4ാമത്തെ വലിയ ഇടിവ് കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയത്. താരിഫുകൾ പ്രഖ്യാപിച്ചതിനു ശേഷം ഏറ്റവും കൂടുതൽ നഷ്ടം ബാധിച്ചത് US-ൽ നിന്നുള്ള ശതകോടീശ്വരന്മാരെയാണ്. 2022 ഏപ്രിലിന് ശേഷം കമ്പനി കണ്ട ഏറ്റവും വലിയ ഓഹരി ഇടിവാണ് ആമസോണിന്റെ ജെഫ് ബെസോസിന് നേരിടേണ്ടി വന്നത്. $15.9 ബില്യൺ വ്യക്തിഗത സമ്പത്ത് നഷ്ടപ്പെട്ടതായാണ് കണക്ക്. ടെസ്ല ഓഹരികൾ 5.5% ഇടിഞ്ഞതിനെ തുടർന്ന് ട്രംപിന്റെ അടുത്ത സുഹൃത്തും സർക്കാർ ഉപദേഷ്ടാവുമായ ഇലോൺ മസ്കിന് $11 ബില്യൺ നഷ്ടം നേരിട്ടു. മൈക്കൽ ഡെൽ, ലാറി എൽസൺ, ജെൻസൺ ഹുവാങ്, ലാറി പേജ്, സെർജി ബ്രിൻ, തോമസ് പീറ്റർ ഫി എന്നിവരാണ് നഷ്ടം ബാധിച്ച മറ്റ് ശതകോടീശ്വരന്മാർ. സമ്പത്തിൽ ഗണ്യമായ ഇടിവ് നേരിട്ട US-ന് പുറത്തുനിന്നുള്ള ഏക കോടീശ്വരന്മാരിലൊരാളാണ് ഫ്രാൻസിലെ ബെർണാഡ് അർണോൾ.